നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. കർണൻ ആ ജ്യോതിശാസ്ത്രത്തെ, നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും വെളിയിൽ കാണുന്ന കർണൻ അതിനെ ശാസ്ത്രരീതിയാ അപഗ്രഥിച്ചിട്ട് വരാനിരിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് കൃഷ്ണനോട് പറയുന്നത് വളരെ വിശദമായിട്ട് നാം കേൾക്കും. എന്നിട്ട് അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. വളരെയേറെ ശ്ലോകങ്ങളുണ്ട്. അതെല്ലാം ജ്യോതിശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമാണ് കർണന്റെ ആ വാക്കുകൾ. തുടർന്ന് കർണൻ താൻ കണ്ടതായ സ്വപ്നങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നു. യുധിഷ്ഠിരോ മയാ ദ്രഷ്ടോ ഗ്രസമാനോ വസുന്ധരാം ത്വയാ ദത്താമിമാം വ്യക്തം ഭോക്ഷ്യതേ സ വസുന്ധരാം. യുധിഷ്ഠിരൻ യുദ്ധത്തിൽ ജയിക്കുന്നതിന്റെ ആ ദൃശ്യം കർണൻ സ്വപ്നത്തിൽ നേരിട്ട് കണ്ടു. ഭാവിയെ സൂചിപ്പിക്കുന്നതായ സ്വപ്ന ദർശനങ്ങൾ കർണൻ പറയുന്നു. യുധിഷ്ഠിരൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ സ്വാധീനത്തിൽ ആക്കി തീർക്കുന്നു. എല്ലാറ്റിനെയും തന്റെ ആജ്ഞാചക്രത്തിനുള്ളില്, തന്റെ ആജ്ഞയുടെ വലയത്തിനുള്ളില് ആക്കി തീർക്കുന്നു. അല്ലയോ കൃഷ്ണ, ഈ ഭൂലോകം മുഴുവൻ നീയാണ് യുധിഷ്ഠിരന് നൽകുന്നത്. അങ്ങനെ നീ നൽകിയതായ ആ ഭൂമണ്ഡലത്തെ യുധിഷ്ഠിരൻ ധർമ്മത്തിന് ലോകം വരാതെ നിയന്ത്രിച്ചുകൊണ്ട്, ഭരിച്ചുകൊണ്ട്, സംരക്ഷിച്ചുകൊണ്ട് രാജ അധികാരത്തെ ഭുജിക്കുന്നത്, അനുഭവിക്കുന്നത്, സന്തോഷിക്കുന്നത് അല്ലയോ കൃഷ്ണ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. എന്ന് മാത്രമല്ല, ഉച്ചം പർവതമാരൂഢോ ഭീമകർമ്മ വൃകോദരഃ. ഭയങ്കരമായ കർമ്മങ്ങൾ ചെയ്യാൻ, ആർക്കും അസാധ്യമായ കർമ്മങ്ങൾ ചെയ്യാൻ ശക്തിയുള്ള ദൃഢഗാത്രനായിരിക്കുന്ന വൃകോദരൻ, ആ ഭീമസേനൻ ഗദാപാണിർനരവ്യാഘ്രോ, ഗദാപാണിയായ ആ നരവ്യാഘ്രൻ, മനുഷ്യശ്രേഷ്ഠൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ജയിച്ചടക്കുന്നതായിട്ട് അല്ലയോ കൃഷ്ണ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതെല്ലാം സത്യമാണ്. ഈ കൗരവ പടയെ മുഴുവൻ ഭീമസേനൻ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നതും ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അർജുനനോ പാണ്ഡുരം ഗജമാരൂഢോ ഗാണ്ഡീവീ സധനഞ്ജയ ത്വയാ സാർത്ഥം ഹൃഷീകേശ ശ്രിയാ പരമയാ ജ്വലൻ. കാണുന്ന ആ സ്വപ്നം അങ്ങനെയാണ്. ഗാണ്ഡീവധാരിയായിരിക്കുന്ന ധനഞ്ജയൻ, ആ പേര് തന്നെ അദ്ദേഹത്തിന്റെ ഐശ്വര്യാധിക്യത്തെ, അദ്ദേഹത്തിന്റെ ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ശ്രേയസ്സുകളെയും നേടിയെടുക്കാനുള്ളതായ ഗുണവൈശിഷ്ട്യത്തെ കാണിക്കുന്നു. ആ അർജുനൻ അല്ലയോ കൃഷ്ണ ത്വയാസാർത്ഥം നിന്നോടൊപ്പം. ആരാമീ ഹൃഷികേശനാണ്, ഇന്ദ്രിയങ്ങളെല്ലാം ജയിച്ചടക്കിയവനാണ്, പരമാത്മാവാണ്. അങ്ങനെയുള്ള നിന്നോടൊപ്പം പാണ്ഡുരവർണമായ വിജയത്തിന്റെ നിറമാണല്ലോ വെളുപ്പ്. എന്ന് മാത്രമല്ല കീർത്തിയുടെ നിറവും വെളുപ്പാണ്. കീർത്തിക്ക് വെണ്മയുണ്ട് എന്ന് പണ്ടേ തന്നെ നമ്മുടെ ആചാര്യന്മാരും കവികളുമെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളില് പല പല സന്ദർഭങ്ങളിലായിട്ട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഹിമാലയം പോലെ വെണ്മയാർന്നതായ രഥത്തില് കയറി അപ്പോഴവന്റെ രൂപമോ പരമമായ ഐശ്വര്യം അവനിൽ തിളങ്ങി നിൽക്കുന്നു. ശ്രീയാ പരമയാ ജ്വലൻ
അങ്ങനെയുള്ളതായ ഐശ്വര്യത്താൽ ജ്വലിക്കുന്നവനായിട്ട് യുദ്ധത്തിൽ സർവ വിജയങ്ങളും നേടി കൗരവന്മാരെ മുഴുവൻ ദുര്യോധന പുരോഗമാൻ, ദുര്യോധനനെ മുൻനിർത്തി ഉള്ള എല്ലാ കൗരവ വീരന്മാരെയും, അതിലേറ്റവും മുഖ്യമായിട്ട് ഉള്ളയാൾ ദുര്യോധനാണല്ലോ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണല്ലോ മറ്റുള്ളവരെല്ലാം ആ ആജ്ഞ, ദുര്യോധന ആജ്ഞ അനുസരിച്ചിട്ട് അങ്ങനെ ആ പടക്കളത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അങ്ങനെ ദുര്യോധനൻ മുന്നിൽ നിൽക്കുന്ന ആ കൗരവസേനയെ ദുര്യോധനെ മുൻനിർത്തി ആ സേനയെ മുഴുവൻ അർജുനൻ കൃഷ്ണ തെളിക്കുന്ന തേരിലിരുന്ന് ജയിക്കുന്നത് ഞാൻ കാണുന്നു. നകുലനും സഹദേവനും സാത്വികയും വെളുത്ത മാല്യങ്ങൾ ധരിച്ച്, വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച്, അതേപോലെ തന്നെ മനോഹരങ്ങളായിരിക്കുന്ന രത്ന സ്വർണ നിർമ്മിതമായിരിക്കുന്ന ആഭരണങ്ങൾ ധരിച്ച് വെൺകൊറ്റക്കുട ചൂടിക്കൊണ്ട് ഈ ലോകത്ത് വിരാജിക്കുന്നത് അല്ലയോ കൃഷ്ണ ഞാൻ സ്വപ്നങ്ങളിൽ കാണുന്നു. അതിൻ്റെ എല്ലാം വ്യക്തമായിട്ടുള്ള സൂചന കൗരവ വിനാശം. അതിന് കാരണമായിരിക്കുന്ന യുദ്ധം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. രാജന്യന്മാർ, യുദ്ധത്തിനായി വന്നു ചേർന്നിരിക്കുന്ന രാജന്യന്മാര് എല്ലാവരും ഈ കുരുക്ഷേത്രത്തിൽ വീണു മരിക്കും. അർജുനന്റെ അമ്പുകളാകുന്ന തീയിൽ വെന്തെരിഞ്ഞു പോകും. കൃഷ്ണ അത് ഞാൻ കാണുന്നു. അപ്പോഴേക്കും കൃഷ്ണൻ കർണനോട് പറഞ്ഞു, ഉപസ്ഥിത വിനാശേയം നൂനമദ്യ വസുന്ധര യഥാ ഹിമേവ ച കർണ നോപേതി ഹൃദയം തവ. അല്ലയോ കർണ, ഈ ഭൂമിയുടെ വിനാശം ഇതാ അടുത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്താ ഭൂമിയുടെ വിനാശം? ഭൂമിയിലെ മാനവജാതി രണ്ടു പങ്കായി തിരിഞ്ഞ് ഭയങ്കരമായ യുദ്ധത്തിലേർപ്പെട്ട് രണ്ടു വശവും തകർന്നടിയുന്നു. അവസാനം ഒരു ജയത്തിന്റെയും പരാജയത്തിന്റെയൊക്കെ നിർണയം ഉണ്ടാകും. പക്ഷേ രണ്ടു വശവും കൂടെയുള്ള ആളുകളെ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ജയവും പരാജയവും ഒക്കെ നേടുന്നത്. അങ്ങനെ ഭൂമി നശിക്കുന്നു. ഇതാണ് ഭൂമിയുടെ വിനാശം. എല്ലാ ആളുകളും, വളരെയേറെ കഴിവുള്ള ആളുകൾ, അവരെല്ലാവരും ഒരുമിച്ച് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഹിതത്തിനു വേണ്ടി പ്രവർത്തിച്ചാലോ, ധർമ്മമാർഗത്തിലൂടെ മുന്നോട്ട് ചരിച്ചാലോ ലോകത്തിന് ശ്രേയസ്സുണ്ടാകും. ഉപനിഷത്തുകളുടെ, വേദങ്ങളുടെ എല്ലാം മഹാസന്ദേശം അതാണ്. ഒരുമിച്ച് ചിന്തിക്കാൻ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ. ഋഗ്വേദത്തിലെ അവസാനത്തെ സൂക്തം ഐകമത്യ സൂക്തം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്നായി അറിയാം. ആ ഐകമത്യ സൂക്തം വിളിച്ചു പറയുന്നത് എന്താണ്? സംഗച്ഛത്വം സംവദത്വം സംവോമനാംസി ജാനതാം. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുവൻ. നിങ്ങൾ സ്നേഹത്തോടു കൂടിയിട്ട് പരസ്പരം സംസാരിക്കുന്നുവിൻ. നിങ്ങളുടെ മനസ്സൊന്നായി തീരട്ടെ, നിങ്ങളുടെ സങ്കല്പങ്ങൾ ഒന്നായി തീരട്ടെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒന്നായി തീരട്ടെ, നിങ്ങളുടെ സഭയൊന്നായി തീരട്ടെ. ഇങ്ങനെ ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും അങ്ങനെ പരമമായിരിക്കുന്ന ശ്രേയസ്സിനെ നേടാനും അതാണ് ഋഗ്വേദ മന്ത്രങ്ങൾ ഓരോന്നും നമ്മോട് വിളിച്ചു പറയുന്നത്. അത് അവസാനത്തെ ഈ സൂക്തത്തില്, ഐകമത്യ സൂക്തത്തില് വീണ്ടും ഋഗ്വേദ മന്ത്രങ്ങളുടെ മുഴുവൻ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ കേൾപ്പിക്കുന്നു. ഒരുമിച്ച് കൂടുവിൻ, ഒരുമിച്ച് ചിന്തിക്കുവിൻ, ഒരുമിച്ച് പ്രവർത്തിക്കുവിൻ, നിങ്ങളുടെ മനസ്സൊന്നായി തീരട്ടെ. അങ്ങനെ മനുഷ്യൻ എപ്പോഴാണോ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അപ്പോൾ സമസ്ത ജീവരാശിക്കും ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നു. ഭൂമിക്ക് മുഴുവൻ ഐശ്വര്യം ഉണ്ടാകുന്നു. അങ്ങനെയുള്ളതായ ആ കാലഘട്ടം, അതിന് കൃതയുഗം എന്ന് പേര്, സത്യയുഗം എന്ന് പേര്. എല്ലാവരും സത്യത്തെ അവലംബിച്ച് ജീവിക്കുന്ന സമയം, സത്യത്തെ ആശ്രയിച്ച് പരസ്പരം രക്ഷിക്കുന്ന സമയം. എല്ലാവരും പരസ്പരം രക്ഷിക്കുന്നു. ധർമ്മത്തെ ആശ്രയിച്ച് പരസ്പരം രക്ഷിക്കുന്നു.
അതുകൊണ്ട് ഇതിന് സത്യയുഗമെന്നും കൃതയുഗം എന്നും പേര്. എന്നാൽ പരസ്പരം പോരടിച്ചാലോ കലിയുഗമാണ്. അതാണ് യുദ്ധം ആരംഭിക്കുമ്പോൾ യുധിഷ്ഠിരനാകിലും ഭീമനാകിലും നകുലനാകിലും സഹദേവനാകിലും അർജുനനാകിലും കൗരവ പടയ്ക്ക് നേരെ പാഞ്ഞു കയറി വരുമ്പോൾ നിങ്ങൾക്ക് കൃതത്തെ കാണാനാവില്ല, ത്രേതയെ കാണാനാവില്ല, ദ്വാപരത്തെ കാണാനാവില്ല, കലി മാത്രമേ കാണാനാവൂ. കാരണം പിന്നെ നടക്കുന്നത് കൗരവ പടയുടെ വിനാശമാണ്. അതുകൊണ്ട് അല്ലയോ കർണ, ആ ഒരു വിനാശം ഒഴിവാക്കാനായിട്ട് ഞാൻ ദൂതുമായി അവിടെ രാജ്യസഭയിൽ എത്തിച്ചേർന്നു. അത് ദുര്യോധനൻ അംഗീകരിക്കാതെ വന്നപ്പോ ഞാൻ നിന്നെയും കൂട്ടി ഇവിടെ വന്നു. നിന്റെ യാഥാർത്ഥ്യം നിനക്ക് പറഞ്ഞു തന്നു. ലോകത്തിന് നന്മയുണ്ടാകാനുള്ളതായ മാർഗം ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു. പക്ഷേ നിനക്ക് അത് ചെവിക്കൊള്ളാനാകുന്നില്ല.